ഗസ്റ്റിനൊക്കെ ഇന്റർലാക്കനിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ടുണ്ട്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതണ്ട വ്യൂ ഉണ്ടോ? നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. ഉച്ചക്ക് ചെറിയൊരു പൊടിമഴ ഉണ്ടായിരുന്നു. കാര്യമായിട്ട് ബാധിച്ചൊന്നുമില്ല മഴ. കാര്യമായിട്ടുള്ള മഴ ബാധിച്ചൊന്നുമില്ല, എങ്കിലും ചെറിയതായിട്ടൊന്ന് പൊടിഞ്ഞായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു മൂടലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം സംഭവം നല്ല ക്ലിയറാണ്. ഓക്കെ, സൂപ്പറല്ലേ? വ്യൂ എങ്ങനെയുണ്ട്? അണ്ണനും അണ്ണൻ്റെ അരുമ ശിഷ്യനും കൂടി പോകണ്ട്. നല്ല പച്ചപ്പായിട്ടാ. കഴിഞ്ഞ മാസം വന്നപ്പോൾ ഫുള്ളിങ്ങനെ ഇരുണ്ട് ഇലയൊന്നും ഇല്ലാതെയൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല പച്ചപ്പായി. എന്താ ഇന്റർലാക്കൻ്റെ വ്യൂ എങ്ങനെയുണ്ട്? ഭൂമിയിലെ സ്വർഗം. ഇത് ശരിക്കും സ്വർഗം തന്നെ, ഒന്നും പറയാനില്ല. അത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഇത് എന്തെന്നാ അത്? അയ്യോ, അതൊക്കെ ആ കൂപ്പെന്ന് പറഞ്ഞ് കാണുന്നുണ്ടോ? അത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റുണ്ട്. ഇവിടെ ഉള്ളതിൽ എന്താ പറയുക, സ്വിറ്റ്സർലാൻഡിൽ ഒരു ഇത്തിരി മര്യാദ എന്ന് വെച്ചാൽ പൈസക്ക് ഒരു കുറവുള്ള സൂപ്പർ മാർക്കറ്റാണത്. ഇവിടെ മൊത്തം ഹിന്ദിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചായ് ഏതാ ഇത്, സൂപ്പർ മാക്സ്, അതെ ഇങ്ങനെയുണ്ടോ ചായ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? ഫുള്ള് സമൂസ, ഫുൾ ഇന്ത്യൻ ഷോപ്പാണ്. ഇത് കണ്ടോ, സൂപ്പറാണ്. ഈ പാലത്തിൽ കൂടി ട്രെയിൻ പോണ ഒരു സീനുണ്ട് കേട്ടോ. ആ വെള്ളത്തിൻ്റെ കളർ നോക്കിയേ, അത് ഈ മലയുടെ ചുവട്ടിൽ. എൻ്റെ മോനെ, ഇതുണ്ടോ? ഇതാണ് സ്വിറ്റ്സർലാൻഡ് കേട്ടോ. അവിടെ കോടമഞ്ഞ്, അപ്പുറത്തെ സൈഡിൽ ഇതേയില്ലേ അവിടെ നോക്കുവാണെങ്കിൽ മഞ്ഞ്. ഇവിടെ ഈ നീല വെള്ളം, ഇത് അവിടെ കണ്ടതേ ഇല്ലേ മഞ്ഞ് ഇങ്ങനെ കോട ഇതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ. ഓ എൻ്റെ മോനെ, വേറെ ലെവല് സെറ്റല്ലേ? ഇതിൻ്റെ കളർ നോക്ക്, ആ വെള്ളത്തിൻ്റെ കളറ്. ഇതിപ്പോൾ ഞാൻ ഒരു എഡിറ്റിങ് ചെയ്യാണ്ട് ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ ഒരു കളർ ഞാൻ ഒരു ഫിൽറ്റർ ഇടാണ്ട് ഞാൻ ഇടാം കേട്ടോ. കണ്ടു നോക്കണേ, അത്രയ്ക്ക് സൂപ്പറാണ്. ആ വീഡിയോ ഇതിനകത്ത് കാണുന്ന അതേ കളറാണ് ഈ വെള്ളത്തിന്. ഇവിടെ വന്ന് കണ്ട് പോയവർക്കറിയാം. അതാണ് ഈ ഇൻ്റർലാക്കൻ്റെ ബ്യൂട്ടി. ഈ ഇൻ്റർലാക്കൻ എന്ന് പറഞ്ഞാൽ ഈ ലേക്ക് കൂടിച്ചേരുന്ന സ്ഥലം കേട്ടോ. ഇങ്ങനെയുണ്ട് സംഭവം. ഇവിടെ ചെറിയൊരു പാർക്ക് പോലെയുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇതായില്ല, ആ പാറപ്പുറത്ത് ഞാനും ഫാമിലിയും കൂടി ചാരി എന്നുള്ളൊരു ഫോട്ടോ കിടപ്പുണ്ട്. ഞങ്ങൾ നേരത്തെ വന്നതിൻ്റെ അന്നൊരു വ്ളോഗ് എടുക്കാനെന്നുള്ള മൈൻഡ് ഉണ്ടായില്ല. ഇപ്പോൾ എടുക്കാമെന്ന് തോന്നി, അങ്ങനെ ഞാൻ എടുത്താണ്. ഇങ്ങനെ നമ്മളിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ട്രിപ്പൊക്കെ ആയിട്ട് വരുന്നതുകൊണ്ട് അത് കുറച്ച് പേരുടെ അറിവിലേക്കായിട്ട് ഇരിക്കട്ടെ എന്ന് ഒരു തോന്നൽ വന്നു. താറാവ്. അവിടെ ഒരു ബിൽഡിങ് കണ്ട, ഈ പാലം കയറി അപ്പുറത്ത് പോയി ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് പോയി ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് ഒരു റെയിൽ കാണണ്ട. ആ റെയിലിൻ്റെ മേളിൽ കയറിയതിൽ അവിടെ ഒരു തുരങ്കം പോലെയൊക്കെ ഉണ്ട്. അതിന് മേളിൽ പോയി ഇൻ്റർലാക്കൻ്റെ ഏറ്റവും ടോപ്പിൽ പോവാം. ഹാർഡർ ക്ലം എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയയാണ് അവിടെ. കിടിലം വ്യൂ ആണ്, നല്ല സൂപ്പർ സൺസെറ്റും ഒക്കെ കാണാം പറ്റിയ സംഭവം. പിന്നെ ഇന്നൊരു ചെറിയ കോടമഞ്ഞ് മൂടലൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. നോർമലി ഇതിൻ്റെ മുകളിൽ കയറി പോകണമെങ്കിൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കട്ടെ അതിൽ ട്രെയിൻ കയറി പോണത്. നോക്കട്ടെ. നമ്മളൊരു ഗസ്റ്റിനെ കണ്ടപ്പോൾ വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ടാ. ഇത് നോക്കിയേ, നല്ലൊരു പള്ളിയുണ്ടോ? ഗ്രാൻഡ് ഹോട്ടൽ സ്വിറ്റ്സർലാൻഡ്. എപ്പടി
ചുമ്മാ തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ട, വലിയ കാര്യമുള്ള കണ്ടന്റ് ഒന്നുമില്ല. ചുമ്മാ കറങ്ങി കിടക്കണത് ഞാനിങ്ങനെ ഞാനെടുത്ത് ഇടുന്നേ ഉള്ളൂ. നമ്മൾ കൊണ്ടുവന്ന ഗസ്റ്റൊക്കെ ഞാനിപ്പോൾ കാണിച്ചില്ല ഒരു സംഭവം, ആ റെയിലിൻ്റെ മേളിൽ കയറിപ്പോയിട്ടുണ്ട്. അതൊരു മസ്റ്റ് വിസിറ്റ് ഐറ്റം ഉണ്ടോ ഇവിടുത്തെ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിയുമ്പോഴേ അവിടെ മറ്റേ എന്തുവാ, ഇനിയിപ്പോൾ കുറച്ച് നമ്മൾ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ അവിടെ മറ്റേ ഈ പാരച്യൂട്ടില്ലേ, ആ സാധനം പറന്ന് ആ സ്വർഗഭൂമി കണ്ട് പറന്നിറങ്ങി താഴ്ത്ത് വന്ന് വീഴുന്ന സീനുണ്ട്. താഴ്ത്ത് വീഴുന്നതല്ല, താഴ്ത്ത് വന്ന് ഇറങ്ങണത്. എൻ്റെ പൊന്നെ, അതൊരു കാഴ്ച തന്നെ ഉണ്ടാ. ഈ സാധനം നോക്കി, അത് കണ്ട. ഇതാണ് ഈ ഒരു സീസണിൽ ഇവിടെ വന്ന എവിടെയും. ഇത് ഞങ്ങൾ നെതർലാൻഡ്സിൽ പോയപ്പോഴും കണ്ടായിരുന്നു. ഈ സൈക്കിളിനകത്ത് ഈ കൊട്ടയിൽ പോവുകയൊക്കെ വെച്ച് എന്ത് രസമുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ആ ഒരു എന്താ അതിനെ പറയണേ, എന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അമ്മാതിരി സ്ഥലം. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ എവിടെയൊന്നും വരുന്നു സ്വപ്നത്തിൽ വിചാരിച്ചല്ല. ദൈവത്തിന് നന്ദി, അല്ലാതെ എന്തു പറയാനാ, അതൊന്നും പറയാനില്ല. എങ്ങനെയൊക്കെയോ കാരണന്മാരുടെ പ്രാർത്ഥനയൊക്കെ കൊണ്ട് നാട്ടിലെത്തി എണ്ടി തിരിഞ്ഞ് പറഞ്ഞാൽ ഞാൻ ഇവിടെ വരെയൊക്കെ എത്തി. ഇതൊക്കെ എൻ്റെ കണ്ണുകൊണ്ട് കാണാനുള്ള ഭാഗ്യം കിട്ടി. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഓരോ കാഴ്ചകൾ കാണാൻ പറ്റി. അതൊക്കെ ഒരു ദൈവാനുഗ്രഹം, അല്ലാതെ എന്നാ പറയാനാ. ഞാൻ നേരത്തെ നിങ്ങളോട് മറ്റേ ഒരു പാരച്യൂട്ട് പറന്നിറങ്ങണ കാര്യം പറഞ്ഞില്ലേ, അത് കാണണണ്ട. അത് ഇവിടെ നിന്നാണ് കേട്ടോ ബുക്ക് ചെയ്യേണ്ടത്. ഇത് കണ്ട, പാരാഗ്ലൈഡിങ് ഇൻ്റർലാക്കൻ. ഫോൺ നമ്പറൊക്കെ വേണ്ടവർ നോട്ട് ചെയ്തോ, വിളിച്ചോ, ബുക്ക് ചെയ്തോ. ഞാൻ ലാസ്റ്റ് പ്രാവശ്യം എൻക്വയറി എടുത്തപ്പോൾ 160 യൂറോ കണ്ടായിരുന്നു പറഞ്ഞത് എൻ്റെ അടുത്ത്. ഇത് മറ്റേ കയാക്കിങ് ഉണ്ട് 139, 154. പാരാഗ്ലൈഡിങ് ചെയ്യണമെന്നുള്ള ആൾക്കാർക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് ചാടണം, പല പല പരിപാടിയുണ്ട്. നമുക്കിതിൻ്റെ റേറ്റും സംഭവങ്ങളൊക്കെ നോക്കട്ടെ. ബിഗ് ബ്ലൂ 1.5 മണിക്കൂർ 180 CHF, ഡബിൾ എയർ ടൈം. ഇത് കണ്ട എത്ര, 10 തൊട്ട് 20 മിനിറ്റ് എയറിൽ. പിന്നെ ഡെയിലി എത്ര മണിക്കൊക്കെ ഉണ്ടെന്നുള്ളതുണ്ട്, എത്ര മീറ്റർ ഉയരത്തിൽ നമ്മൾ പോകുന്നുള്ളതുണ്ട്. പിന്നെ അതായത് 2 മണിക്കൂർ 30-45 മിനിറ്റ് എയർ ടൈം ഏതൊക്കെ സമയത്തുണ്ട്. 280 യൂറോ സ്പിൻ ആൻഡ് ഫ്ലൈ. ഇതുണ്ട പാക്കേജ്. ഫസ്റ്റ് ഇൻറ്റു ജർമ്മനെ ഫങ്കി ചോക്ലേറ്റ് പാഡിൽ ഫ്ലൈ. ഇതുണ്ട 599. പക്ഷെ എൻ്റെ മോനെ അൾട്ടിമേറ്റ് അഡ്വഞ്ചർ. പിന്നെ ജെറ്റ് ബോട്ട് പരിപാടിയുണ്ട്. ജെറ്റ് ബോട്ട് കിഡ്സിന് 89 യൂറോ, സിംഗിൾ സീറ്റ് 119, ഫാമിലി 374. എൻ്റെ മോനെ ജെറ്റ് ചാർട്ടർ 1,00,000 രൂപയൊക്കെ ഉള്ളൂ, ചെറിയ വിലയാണ് കേട്ടോ. നമുക്ക് പോവാം. അതെങ്ങനെയുണ്ട് സംഭവം? ഇൻ്റർലാക്കനിലൂടെ ഒരു കുതിര സവാരി. പിന്നെ ഞാനിത് ഇവിടെ ഉണ്ടോ പറഞ്ഞത്, നമ്മളിപ്പോൾ കണ്ടില്ല ഒരു പാരച്യൂട്ടിൻ്റെ സംഭവം. അത് അതിൻ്റെയൊക്കെ ഇവിടെ ഇപ്പോൾ കാണിച്ചു തരാം. അത് നമ്മൾ ആ ഗ്രിൻഡൽ വാളിൽ കണ്ടതിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ നിന്ന് ഇല്ലേ ഇല്ല, അവിടെ പറന്നിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ വരെ എനിക്ക് പിടിക്കാൻ പറ്റിയില്ല, സോറി.
വേണ്ട അതിൻ്റെയൊക്കെ മേളിൽ നമ്മളെ കൊണ്ടുപോയിട്ട് ഹെലികോപ്റ്ററിൽ നിന്ന് എടുത്ത് ചാടും. നമ്മളെ കൂടെ ഒരാൾ വരും, അവരുടെ തന്നെ ഒരു വാനിൽ നമ്മളെ മേളിൽ കൊണ്ടുപോകും, ഫുൾ സർവീസ്. അത് കഴിഞ്ഞത് ഈ ഒരു ഏരിയയിലാണ് സംഭവം പറന്നിറങ്ങണത്. ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്താണ് ഒന്ന് പറഞ്ഞിറങ്ങിയത് പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് പോവാം. ഇതെന്താ ഗൈസ്, ഇന്റർലാക്കൻ. ഇതിൻ്റെ മേളിൽ നിന്നൊക്കെ പറന്ന് നമുക്ക് ഇറങ്ങാൻ കേട്ടോ. ജോർജ് കുട്ടി ഞങ്ങൾ വാരി വിതറിക്കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ഒരേ ഒരു ലൈഫ്, ഒരേ ഒരു പൊളി. എൻ്റെ കൂടെ വന്ന് ആരോ പറയണ്ടായി, എന്താ കാശ് പോട്ടെ പവർ വരട്ടെ. കാശുള്ളവർക്ക് അങ്ങനെ പറയാം, ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയണില്ല. അയ്യോ, നേരത്തെ വെള്ളക്കുതിര, ഇപ്പം വേറെ കളർ കുതിര. വൈബ് സാധനം ഇവിടെയല്ലേ. നമ്മൾ ഈ മറ്റേ ഒരു ഓട്ടം സീസണിലൊക്കെ വരികയാണെങ്കിൽ ഈ മരം ഫുള്ള് ഇല ചുവപ്പ് കളറായിരിക്കും കേട്ടോ, റെഡ് കളറായിരിക്കും. ഞാൻ ഇതിൻ്റെ ഒരു പിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത് കണ്ട സമ്മറായപ്പോൾ ഇതിനകത്ത് പൂക്കളും പിന്നെ പച്ച കളർ ഇലയൊക്കെ. ഇവിടേക്ക് വന്ന് നമുക്ക് ഓരോ ഫോട്ടോയൊക്കെ എടുക്കാം. ഇതുണ്ടോ സെറ്റപ്പല്ലേ. പിന്നെ അവിടെ ഒരു സ്ട്രീറ്റ് ട്രെയിൻ അവിടെ കിടപ്പുണ്ട്. അതിപ്പോൾ തന്നെ പോകുമെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ വിളിച്ച് കയറ്റിക്കൊണ്ടിരിപ്പുണ്ട്. ഇത് രസമാണല്ലേ. അത് നോക്കി ഇവിടെയൊക്കെ ജീവിക്കണവരുടെ ഭാഗ്യം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള ഭൂമിയിലെ സ്വർഗം, ആ സ്വർഗത്തിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മോളിൽ നിന്ന് പറന്നിറങ്ങിയ ആൾക്കാർ തേയില അവിടെ പാരച്ചൂട്ടൊക്കെ കെട്ടിപ്പോട്ടുന്നുണ്ട്. നമ്മളവിടെ വരെ എത്തുമ്പോഴൊക്കെ അത് പോകുമെന്ന് അറിയില്ല. പിന്നെ അത് ഇവിടെ കണ്ടത് ഇൻ്റർലാക്കൻ്റെ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് ആൾക്കാരിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കും. ഗ്രാൻഡ് ടൂർ ഇൻ്റർലാക്കൻ. ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കൂടി നമ്മളിങ്ങനെ പോയാൽ ആഹാ സൂപ്പർ വ്യൂ. ഞാൻ മലയുടെ ഉള്ളിൽ കൂടെ വെയിലടിച്ചിട്ട് നോക്കി ഒരു ഷെയ്ഡ് വന്നേക്കണം. പറഞ്ഞ മഞ്ഞുണ്ട് മച്ചാന്മാരെ കാണണ്ട, ഒരു പൊടി പോലെ. അവിടെ നോക്ക്, കണ്ട കണ്ട കണ്ട. അവനിപ്പോൾ ഇവിടെ പറന്ന് ഇറങ്ങുമായിരിക്കും, നോക്കട്ടെ. ഇവിടെ ഒരു 100 മീറ്റർ പുറകോട്ട് നടന്നാൽ അതിൻ്റെ ഓഫീസുണ്ട്, നമുക്കവിടെ ബുക്ക് ചെയ്യാം. വരണമല്ലോ, അതെ അതേ വരണുണ്ട്. സെറ്റ് സംഭവമുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഒരു കാണാൻ എന്താ പറയുക, നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും നമ്മൾ. ആ മോളിൽ നിന്ന് പറന്നിറങ്ങി വന്നവൻ്റെ ആ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പ്രകൃതി ഭംഗിയൊക്കെ മോളിൽ നിന്ന് കണ്ട് സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പറന്നിറങ്ങണ ഫീലിങ്. ഒയ്യോ എൻ്റെ മോനെ. വരുന്നുണ്ട്, താഴത്തോട്ട് വരുന്നുണ്ട്. ഇനി നൈസായിട്ട് വന്ന് നൈസായിട്ട് അതിനകത്ത് 2 പേരുണ്ട് കേട്ടോ. ഒരാൾ നമ്മളെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് വന്നിറങ്ങി. നമ്മളെ അടുത്ത് വന്നതാ. വേണ്ട സെറ്റ്. ആ ചെറിയ പയ്യനെ കേട്ടോ ആ പുള്ളി കൊണ്ടുവന്ന് ഇറക്കിയത്. ചെറിയൊരു പയ്യൻ, അവൻ ക്യാമറയൊക്കെ പിടിച്ച് സെറ്റായിട്ട് അതിനകത്ത് ഇരിപ്പുണ്ട്. അടുത്തത് പുള്ളി സംഭവമല്ലേ എന്ന് പറയുന്നത് ഗൈസ്. ഈ കാഴ്ചയൊക്കെ കണ്ടിട്ടുണ്ട് അതിന് മുമ്പ്. ഇങ്ങനെ വേറെയൊക്കെ ആരെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ടാവും, എനിക്കറിയാൻ പാടില്ല. ഞാനിതിനു മുമ്പ് ഇതുപോലെ ഇതിൻ്റെ ചെറിയ റീൽസൊക്കെ എടുത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതെ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. അതെ ഇനിയും വരുന്നുണ്ട്. വേണ്ട ഇവിടെ ഇത് ഇങ്ങനെ വന്ന് ഇറങ്ങണ കാഴ്ചകൾ ഇങ്ങനെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഒരു ആ ലാൻഡിങ് ഒരു പ്രത്യേക രസമുണ്ട് സംഭവം. വന്ന് ഇറങ്ങണതും ആ മഞ്ഞുമലയുടെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ എന്തൊരു ഫീലിംഗ് ആയിരിക്കും അല്ലേ. കാശ് വേണം ഗൈസ്, കാശ് വേണം, തകർക്കാം.
€150 ഏറ്റവും കുറഞ്ഞ്. 180 അല്ല, ഒരു 185 യൂറോ വരും. 150 ഫ്രാങ്ക്. ഓ സൂപ്പർ, അടിപൊളി. ഇതിപ്പം ഫുള്ള് സംഭവം ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമുണ്ടോ? അതെ, എവിടെ നോക്കിയാൽ അതിൻ്റെ മേളിൽ നിന്ന് അതേയില്ലേ ഹെലികോപ്റ്ററിൽ മേളിൽ കൊണ്ടുപോകും. ഹെലികോപ്റ്ററിൽ നിന്ന് ചാടണതുകൊണ്ട് പിന്നെ അതിൻ്റെ മേളിൽ നിന്ന് ചാടണമുണ്ട്, അവിടെ നിന്നും ചാടണുണ്ട്. എന്താ അതായത് അവിടെ നിന്ന് പറന്ന് പറഞ്ഞ മഞ്ഞുണ്ട്, കാണാൻ പറ്റുമെന്ന് അറിയില്ല. അടുത്ത് ഇതൊക്കെയാണ് ഇന്റർലാക്കനിൽ നിന്നുള്ള കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഔട്ടർ ബ്രൂണനിൽ പോയി, ഗ്രിൻഡൽവാൾഡിൽ പോയി, ഇന്റർലാക്കനിൽ കൊണ്ടുവന്ന്. ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ. അപ്പോൾ നമ്മുടെ ആൾക്കാർ പല സ്ഥലത്തേക്കായിട്ട് പോയിട്ടുണ്ട്. ചില ആൾക്കാർ ബോട്ടിങ്ങിന് പോയി, ചില ആൾക്കാർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റേ ഇവിടെ ഒരു ഹാർഡർ ബാൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിൻ്റെ മേളിൽ മലയുടെ മേളിൽ പോണത്, അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം ഇനി അവരൊക്കെ തിരിച്ച് വന്നിട്ട് ഒരു 6 മണി, ഇനി ഒരു 3 മണിക്കൂറും കൂടി സമയം നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ തിരിച്ച് വന്നിട്ട് നമ്മൾ തിരിച്ച് ജർമ്മനിക്ക് പോകും. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ട്രിപ്പുകൾ. ഞങ്ങൾ ജർമ്മനിയിൽ നിന്ന് കൂടുതലും മലയാളികളെ കേന്ദ്രീകരിച്ച് ചെയ്യുന്ന ട്രിപ്പാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ സ്ഥലത്തേക്ക്, യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്കും ഇതുപോലെ മനോഹരമായ സ്ഥലങ്ങളിലേക്ക് നമ്മളിങ്ങനെ ട്രിപ്പുകൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ജർമ്മനിയിലുള്ളവർ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് ചവിട്ടി പൊട്ടിച്ച് വെച്ചിരുന്ന നമ്മുടെ ഇതുപോലെ ട്രിപ്പിൻ്റെ വീഡിയോസും ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് മിസ്റ്റർ ജർമ്മനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ്, സെയിം നെയിം തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഇതുപോലെ സ്റ്റോറി കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഞാൻ സംഭവം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ബസ്സിൽ കയറുന്നു, തിരിച്ചു പോകുന്നു. നാളെ രാവിലെ ജർമ്മനി എത്തുന്നു. നാളെ ഞായറാഴ്ച എല്ലാവരും റെസ്റ്റ് എടുക്കുന്നു. തിങ്കളാഴ്ച എല്ലാവരും ജോലിക്ക് പോകുന്നു. നമ്മുടെ ട്രിപ്പുകളെല്ലാം വരുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രി ജർമ്മനിയിൽ നിന്ന് പുറപ്പെട്ട് യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള നല്ല മനോഹരമായ സ്ഥലങ്ങളിൽ പോയി ശനിയാഴ്ച പകൽ ഫുള്ള് അവിടെ സ്പെൻഡ് ചെയ്ത് രാത്രി തിരിച്ചു വരുന്ന പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പോയാണ്. ഇനി നമ്മുടെ അടുത്ത ട്രിപ്പ് ജൂലൈ 3-ാം തീയതി വെനീസിലോട്ട്. ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.